Hi and welcome to the new video on circuits and networks. In this video, I'll be discussing about DC response of series RL circuit and circuit basically with zero initial conditions. And we'll also discuss about the time constant. What you mean by a time constant of a circuit and what is a value or what is the representation of a how time constant is represented. Okay. So let us consider this circuit which has a DC voltage source V and two elements resistor and inductor R and L. That's why it's called a series RL circuit because they are connected in series with the source. Okay. Then again we have a switch S in between this which can be opened or closed. So previously I am assuming that the switch is open. Initially the switch is open. Okay. So switch open ആയിട്ടാണ് consider ചെയ്യുന്നത് and at say some time t equal to 0, say some at some time t equal to 0, I am assuming that switch is closed. S is closed. Okay, so this is when we have to find the response. So basically initially switch was open and for a long time, that means that there is no current. Okay, so switch close ചെയ്താലേ current ഉണ്ടാവുള്ളൂ നമുക്കറിയാം. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ട് അവിടെ എന്തായാലും എന്തുണ്ടാവില്ല, കറണ്ട് ഉണ്ടാവില്ല. സോ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, പല തരത്തിൽ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അതായത് ഐ ഓഫ് സീറോ മൈനസ് എന്ന് ചിലപ്പോൾ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ആ ഇൻസ്റ്റന്റ് എന്ന് കാണിക്കാൻ ഐ ഓഫ് സീറോ പ്ലസ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. തൽക്കാലം നമ്മൾ ഉപയോഗിക്കുന്നത് ഐ ഓഫ് സീറോ എന്നുള്ള നൊട്ടേഷനാണ്. ഇനീഷ്യൽ എന്നുള്ള അർത്ഥം അറ്റ് സീറോ ടൈമിൽ എന്നുള്ള അർത്ഥമാണ്. അപ്പം അറ്റ് സീറോ ടൈം ജസ്റ്റ് ആ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ കറണ്ട് എന്താണ്, 0 ആംപിയർ ആണ്. അപ്പോൾ അതിലും മുന്നേ ഒരു കാര്യം കൂടി ആലോചിക്കേണ്ടത് ഇൻഡക്ടർ ആണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. എല്ലാണ്. ഓക്കെ, എല്ലാണ് ഇതിൽ നിൽക്കുന്നത്. റെസിസ്റ്റർ നോക്കണ്ട, റെസിസ്റ്ററിന് ഇനീഷ്യൽ കണ്ടീഷൻ ഇല്ല, നമ്മൾ ഓൾറെഡി പഠിച്ചു. എല്ലാണെങ്കിൽ ഇനീഷ്യൽ കറണ്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. I0 ആണ് ആലോചിക്കേണ്ടത്. ഇൻഡക്ടർ നിൽക്കുമ്പോൾ I0നെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്നുള്ളത് ആലോചിക്കുക, മനസ്സിലാക്കുക. അതേപോലെ കപ്പാസിറ്റർ വരുമ്പോൾ ഇനീഷ്യൽ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ആണ് വരേണ്ടി വരിക. അപ്പോൾ ഇതാണ് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് ഒരു പ്രോബ്ലത്തിൽ. ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ ഈ ഒരു എന്താ പറയുക ഡെറിവേഷൻ അല്ലെങ്കിൽ റെസ്പോൺസ് കാണുന്നത് ഇനീഷ്യൽ കറണ്ട് 0 എന്നുള്ള ബേസിലാണ് ചെയ്യുന്നത്. ഇതേ കാര്യങ്ങൾ നമുക്ക് വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻസ് ഒക്കെ വേറെ ചെയ്യാം. തൽക്കാലം ഒരു ജനറൽ ഇത് പറയാൻ വേണ്ടിയിട്ട് വിത്ത് 0 ഇനീഷ്യൽ കണ്ടീഷൻസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ട്രാൻസ്ഫോം സർക്യൂട്ട്സിൻ്റെ ബേസിക്സ് ആണ് പറഞ്ഞിട്ടുണ്ടെന്ന്. റെസിസ്റ്ററിനെ ട്രാൻസ്ഫോം ചെയ്താൽ എന്താവും, ഇൻഡക്ടറിനെ ട്രാൻസ്ഫോം ചെയ്താൽ എന്താവും, കപ്പാസിറ്ററിനെ ട്രാൻസ്ഫോം ചെയ്താൽ എന്താവും എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പം അതിൽ തന്നെ നമുക്കറിയാം ഇനീഷ്യൽ കണ്ടീഷൻ ഇല്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും ആലോചിക്കാനില്ല. എൽ എന്ന് പറഞ്ഞത് ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ടാണ് മാറാൻ പോകുന്നത് എന്നുള്ളത് അവിടെ ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു. സോ എൽ എന്ന് പറയുന്നത് ട്രാൻസ്ഫോം ചെയ്താൽ എന്തായി മാറും, LS എന്നായിട്ട് മാറും. ഓക്കെ, അല്ല എന്താ പറയുക ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഒപ്പം എലമെൻറ്റും കൂടി വരും എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ തൽക്കാലം ഇനീഷ്യൽ ഇല്ലാത്തതുകൊണ്ട് എൽ എന്നുള്ള മാറ്റിയിട്ട് LS ആക്കണം. റെസിസ്റ്റൻസിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? റെസിസ്റ്റൻസിന് ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എസ് ഡൊമൈനിൽ ട്രാൻസ്ഫോംഡ് ആയിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ സോഴ്സ്, വോൾട്ടേജ് സോഴ്സ് V എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിൻ്റെ ലാപ്ലേസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പം മുന്നത്തെ നമ്മൾ പറഞ്ഞാൽ V(t) എന്നുള്ളത് മാറിയിട്ട് V(s) ആവണം. ഇപ്പോൾ ഇവിടുത്തെ V(t) എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ V ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അത് മാറി V(s) ആവെന്ന് പറഞ്ഞാൽ ഇതിന്റെ ലാപ്ലേസ് എടുക്കും. കോൺസ്റ്റന്റ് ലാപ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ബൈ എസ് ആണ്. സോ ദിസ് വിൽ ചേഞ്ച് ടു വാട്ട് V ഡിവൈഡഡ് ബൈ എസ് എന്നുള്ള രീതിയിലോട്ട് മാറും. ഓക്കെ, അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ I(t) എടുക്കുന്നുണ്ട്. I(t) എന്നുള്ളത് എന്തായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യേണ്ടി വരും? I(t) എന്നുള്ളത് I(s) എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് ഈ I(t) ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്, സ്വിച്ച് ക്ലോസ് ചെയ്താലുള്ള കറണ്ട്. അപ്പോൾ അതാണ് നമ്മളുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ വരയ്ക്കുന്നത് എന്താണ് ചെയ്യുന്നത്, ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് വരയ്ക്കുകയാണ്. ദാറ്റ് ഈസ് ഫോർ t ഗ്രേറ്റർ ദാൻ 0, അതായത് സ്വിച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം എന്നാണ് അർത്ഥം. So for t greater than 0, the transformed network or circuit is given below. Okay. സോ അപ്പോൾ അത് വരയ്ക്കുക, എന്നിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുക, നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ എഴുതി ചെയ്ത് വരേണ്ടി വരും. അപ്പോൾ ആ ഇക്വേഷൻ എഴുതൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് വരയ്ക്കാൻ പഠിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്ഫോംഡ് സർക്യൂട്ടാണ് എനിക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് തന്നെ ജസ്റ്റ് കോപ്പി ചെയ്ത് എടുത്തിട്ട് വരയ്ക്കുകയാണ്.
എന്തായി ക്ലോസ്ഡ് ആയി. അപ്പോൾ പിന്നെ ഇതൊന്നും കാണിക്കേണ്ട കാര്യമില്ല, അവിടെ ക്ലോസ്ഡ് ആയിട്ടാണ് നമുക്കിവിടെ കാണിക്കേണ്ടത്. ഐ ഓഫ് ടി എന്നുള്ളത് എന്ത് എഴുതണം, നമ്മൾ ക്യാപിറ്റൽ ഐ ഓഫ് എസ് എന്ന് എഴുതണം. ബാക്കിയുള്ള മാറ്റങ്ങൾ നമുക്കവിടെ നോക്കാം. അപ്പോൾ ഓക്കെ, ഈ ഭാഗത്ത് സ്വിച്ച് ക്ലോസ് ചെയ്യൽ കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇവിടെ ക്ലോസ്ഡ് പാത്തായിട്ട് കാണിച്ചാൽ മതി. വി എന്നുള്ളത് മാറിയിട്ട് എന്താവണം, വി എന്നുള്ളത് മാറിയിട്ട് എന്താവണമെന്നാണ് പറഞ്ഞത്, വി ബൈ എസ് ആയി മാറണം. കാരണം അതിൻ്റെ ട്രാൻസ്ഫോം എടുക്കണം. ആറിന് മാറ്റമൊന്നുമില്ല. എൽ എന്താവണം, എൽ എസ് ആവണം. ഐ ഓഫ് ടി എന്താവണം, ഐ ഓഫ് എസ് ആണ്. ഓക്കെ, ഇത്ര കാര്യങ്ങൾ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഓക്കെ, ഇത്രയാണ് ഇതിൽ മാറ്റം വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോംഡ് സർക്യൂട്ട്. ഇനി അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എന്ത് അപ്ലൈ ചെയ്യുക, കെ വി എൽ അപ്ലൈ ചെയ്യുക. സോ അപ്ലൈയിങ് കെ വി എൽ. സോ കെ വി എൽ ഇനി അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും നമുക്ക് ഇവിടെ നേരമില്ല. നമുക്കത് കെ വി എല്ലൊക്കെ വൃത്തിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവിടെ കാര്യമുള്ളൂ. പ്രത്യേകിച്ച് ഒന്നുമില്ല, സിമ്പിൾ സർക്യൂട്ടാണ്. ഇപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ കെ വി എൽ അപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വോൾട്ടേജ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. അപ്പോൾ ഇത് പൊളാരിറ്റി ഒന്നും മാർക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. പ്ലസ് മൈനസ് എന്നുള്ള രീതിയിലാണ് കറണ്ട് പോകുന്ന ഡയറക്ഷന് ഡ്രോപ്പ് പ്ലസ് മൈനസ്. ഇത് ഓൾറെഡി നമുക്കിവിടെ പൊളാരിറ്റി കാണാം. അപ്പോൾ നമ്മളിതിൽ കെ വി എൽ എടുത്ത് എഴുതുമ്പോൾ എന്ത് വരും, ഫസ്റ്റത്തെ വി ബൈ എസ് ലീവിങ് ടെർമിനലിൻ്റെ പൊളാരിറ്റിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ ഓൾറെഡി ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ വി ബൈ എസ് മൈനസ്, അടുത്തത് മൈനസ് ആണ് ലിവിങ് ടെർമിനൽ വരുന്നത്. വി ബൈ എസ് മൈനസ് ആർ ഇൻറ്റു ഐ ഓഫ് എസ് മൈനസ് എൽ എസ് ഇൻറ്റു ഐ ഓഫ് എസ് ഈക്വൽ ടു എന്താ 0. അപ്പോൾ ഇതാണ് ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് നമ്മളിനി ചെയ്യേണ്ടത്. സോൾവ് ചെയ്ത് ഐ എസ് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ഐ എസ് ഈക്വൽ ടു എന്ത് എന്നുള്ളത് എഴുതുക എന്ന് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ എനിക്ക് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ വി ബൈ എസിനെ ഞാൻ ഇവിടെ നിർത്തി, വി ബൈ എസ് ഈക്വൽ ടു ബാക്കി ടേമിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി അതിൽ നിന്ന് ഐ ഓഫ് എസ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ എന്ത് വരും, ഐ ഓഫ് എസ് ഇൻറ്റു ബാക്കി അവിടെ ഉള്ളത് ഒരു ആർ പ്ലസ് എൽ എസ്, ഈ രീതിയിലാണ് കിട്ടുക. ഓർ ഐ എസ് എനിക്ക് ഇവിടുന്ന് എഴുതാം. അത് തന്നെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ആണ് എഴുതുന്നത്. അപ്പോൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വി ഡിവൈഡഡ് ബൈ എൽ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് എന്നുള്ള ഫോമുല ആക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എസ് പ്ലസ് എന്നുള്ള ഫോമുല, എന്നാലാണ് നമുക്ക് ലാപ്ലേസ് ഇൻവേഴ്സ് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ ലാപ്ലേസ് ഇൻവേഴ്സ് എടുക്കാൻ അറിയണം. ഓൾറെഡി വീഡിയോ അത് കണ്ടിട്ടുണ്ടാകുന്ന വിചാരിക്കും, ലാപ്ലേസ് ഇൻവേഴ്സ് ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് ഇല്ലെങ്കിൽ അത് കണ്ട് വന്നാൽ മതി. അപ്പോൾ നമുക്കെല്ലാം എസ് പ്ലസ് സംതിങ് അല്ലെങ്കിൽ എസ് മൈനസ് സംതിങ് എന്നുള്ള ഫോർമാറ്റിലാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സാധനം ഞാൻ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഐ ഓഫ് എസ് ഈക്വൽ ടു ഇവിടെ ശരിക്കും വരിക, ഐ ഓഫ് എസ് ഈക്വൽ ടു എന്താ വരിക, വി ബൈ എസ് ഇൻറ്റു ആർ പ്ലസ് എൽ എസ് എന്നാണ് വരിക. അതിൽ നിന്ന് ഞാൻ ആ എല്ലിനെ പുറത്തേക്ക് എടുത്തു. എല്ലിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടുന്ന് എല്ല് പുറത്തേക്ക് എടുത്തവർ എൽ ബൈ എൽ വരും. അതാണ് ഈ വി ബൈ എൽ. പിന്നെ ആറിൽ നിന്ന് എല്ലിനെ പുറത്തേക്ക് എടുത്താൽ ആർ ബൈ എൽ ആവും. അങ്ങനെയാണ് ഇവിടെ ആർ ബൈ എൽ ആയത്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ വന്നു. ഇനി ഇതിനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വെച്ചിട്ട് ഇതിൻ്റെ ഇൻവേഴ്സ് കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ലാപ്ലേസ് അറിയാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ രണ്ട് എസ് ടേമുകളാണ് ഡിനോമിനേറ്ററിൽ. അപ്പോൾ നമ്മൾ സാധാരണ എങ്ങനെ എഴുതുക, എ ബൈ എസ് പ്ലസ് ബി ബൈ എസ് പ്ലസ് ആർ ബൈ എൽ. ഇതാണ് നമ്മളുടെ റെപ്രസെൻറ്റേഷൻ വരുന്നത്. ഇനി ഇതിൽ നമുക്ക് എന്തിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം, എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് തൽക്കാലം നമുക്കിവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് നമുക്ക് സൈഡിൽ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് കിട്ടേണ്ടത് എയുടെ വാല്യൂ ആണ്. അപ്പോൾ മുന്നേ ഓൾറെഡി എന്താ പറയുക, ലാപ്ലേസിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇൻവേഴ്സ് കാണുന്ന വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടില്ലായിരിക്കും ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ എ കിട്ടാൻ എന്ത് ചെയ്യണം, അതിൽ എളുപ്പമുള്ള മെത്തേഡാണ് ഞാൻ പറയുന്നത്. നമുക്കിവിടെ ക്രോസ് മൾട്ടിപ്പിൾ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കോൺസ്റ്റൻറ്റ് കിട്ടാൻ. ഇപ്പോൾ ഇത് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് വീഡിയോസിൽ. അപ്പോൾ എ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എയുടെ അടിയിലുള്ളതിനെ നമുക്ക് ഈ ഒരു മേലത്തെ മൊത്തം എന്താ പറയുക റെപ്രസെൻറ്റേഷൻ എടുക്കുക, അതവിടെ നോക്കുക. എന്നിട്ട് അതിൽ എ ഏതിൻ്റെയാണോ കാണുന്നത്, എയുടെ അടിയിൽ എന്താണോ അതിനെ അടച്ചു പിടിക്കുക, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഇതിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എസ് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ള എസ്സിന് എന്ത് കൊടുക്കുക, 0 എന്ന് കൊടുക്കുക. അപ്പോൾ അതാണ് ചെയ്യുന്നത്. അതായത് അത് ബേസിക്കലി ഇതാണ് ഉദ്ദേശിക്കുന്നത്, എസ് കൊണ്ട് മൾട്ടിപ്ലൈ, എന്താണോ അതിൻ്റെ അടിയിലുള്ളത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്തിനെ, ഐ ഓഫ് എസിനെ. കാരണം ഇത് ഐ ഓഫ് എസിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണല്ലോ. അതായത് എസ് അടച്ചു പിടിക്കുക, എന്നിട്ട് അവിടെ എന്ത് കൊടുക്കണം, എസ് ഈക്വൽ ടു 0. ആ കിട്ടുന്ന റെപ്രസെൻറ്റേഷനിൽ 0 കൊടുക്കണം. അപ്പോൾ അതിൽ നിന്ന് എസ്സിനെ അടച്ചു പിടിച്ചാൽ നമുക്ക് അവിടെ വരാൻ പോകുന്നത് വി ബൈ എൽ ആണ് വരാൻ പോകുന്നത്. താഴത്തെ അതിനെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എന്താ വരാണ്, എസ് പ്ലസ് ആർ ബൈ എൽ ആണ്. ഇതിൽ നമ്മൾ എന്താ അപ്ലൈ ചെയ്യണം, എസ് ഈക്വൽ ടു 0. ഇതിങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് നമുക്ക് എന്താണ് വാല്യൂ എന്ന് എഴുതാൻ പറ്റണം. ഓക്കെ, ഇത് ഈക്വൽ ടു ചെയ്ത് എന്താ വരിക, വി ബൈ എൽ ഡിവൈഡഡ് ബൈ ആർ ബൈ
എൽ ആണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു വി ബൈ ആർ. അപ്പം ഇത് ഇത്ര ഒന്നും ചെയ്യാണ്ട് തന്നെ നമുക്കത് ഡയറക്റ്റ് നോക്കി അവിടെ നിന്ന് കിട്ടണം. കാരണം എ കാണാൻ വേണ്ടിയിട്ട് എയുടെ അടിയിൽ തന്നെ എസിനെ അടച്ചു പിടിച്ചു. ഇനി ബാക്കി എസിന് സീറോ കൊടുത്തു. അപ്പോൾ വി ബൈ എൽ ഡിവൈഡ് ബൈ ആർ ബൈ എൽ. ഡയറക്റ്റ് നമുക്ക് വി ബൈ ആറിന് കിട്ടി. ഇപ്പം ഇങ്ങനെ എഴുതി വരേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ അതേപോലെ ബി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഇതിനെ അടച്ചു പിടിക്കണം, ബിയുടെ അടിയിൽ തന്നെ. അതായത് എസ് പ്ലസ് ആർ ബൈ എല്ലിനെ അടച്ചു പിടിക്കണം. ഇത് അടച്ചു പിടിക്കുന്നത് ഇതാണ് സീറോ ആവുന്നത്. അപ്പോൾ അതിൽ നിന്ന് എസ് ഈക്വൽ ടു എന്താ കിട്ടുക? മൈനസ് ആർ ബൈ എൽ. ബാക്കിയുള്ള എസിന് മൈനസ് ആർ ബൈ എൽ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് വരും? വി ബൈ എൽ ഡിവൈഡ് ബൈ മൈനസ് ആർ ബൈ എൽ, അതായത് മൈനസ് വി ബൈ ആർ. അതാണ് അവിടെ കിട്ടുക. അപ്പോൾ അതിൻ്റെ പ്രോപ്പർ സ്റ്റെപ്സ് ആയിട്ട് എഴുതുകയാണെങ്കിൽ നമുക്കിവിടെ എക്സാമിന് ഇതിൻ്റെ സ്റ്റെപ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ ലാപ്ലേസ് അല്ല ഇവിടെ ചെയ്യുന്നത്, സർക്യൂട്ട് സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ എസ് പ്ലസ് ആർ ഇൻറ്റു എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ലതെന്നാണ്. ഇൻറ്റു ഐ ഓഫ് എസ് ഫോർ എസ് ഈക്വൽ ടു എസ് പ്ലസ് ആർ ബൈ എൽ ഇൻറ്റു എസ് ഈക്വൽ ടു എന്താ? മൈനസ് ആർ ബൈ എൽ. ഇതാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ എസ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കറിയാം എന്താ അവിടെ കിട്ടാൻ പോകുന്നത്? വി ബൈ എൽ ഡിവൈഡഡ് ബൈ എസ് ആണ് ഫോർ എസ് ഈക്വൽ ടു മൈനസ് ആർ ബൈ എൽ. അപ്പോൾ അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ബൈ എൽ ഡിവൈഡഡ് ബൈ മൈനസ് ആർ ബൈ എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വി ബൈ ആർ. ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് വാല്യൂസും തിരിച്ച് ഇതിൽ കൊടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എന്ത് വരും? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ബൈ ആർ ആണ്. സോ വി ബൈ ആർ ഡിവൈഡഡ് ബൈ എസ്, മറ്റേത് മൈനസ് വി ബൈ ആർ. സോ മൈനസ് വി ബൈ ആർ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ആർ ബൈ എൽ. ഓക്കെ, ഇതാണ് എന്ത്? ഐ ഓഫ് എസ് ഈക്വൽ ടു പാർഷ്യൽ ഫ്രാക്ഷൻ റെപ്രസെൻറ്റേഷൻ നമുക്ക് കിട്ടി. ഇനി ഇവിടുന്ന് നമുക്ക് എന്ത് എടുക്കുകയാണ് വേണ്ടത്? ഇൻവേഴ്സ് എടുക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ എന്ത് കിട്ടുക? റെസ്പോൺസ് അവിടെ കിട്ടാൻ പോകുന്നത്. ഓക്കെ, സോ ടേക്കിംഗ് ഇത് തന്നെയാണ് എല്ലാറ്റിലുള്ള സ്റ്റെപ്പ് വരാൻ പോകുന്നത്. പാർഷ്യൽ ഫ്രാക്ഷൻ ഫോമിലോട്ട് എത്തിക്കുക, എന്നിട്ട് ഇൻവേഴ്സ് എടുക്കുക. സോ ടേക്കിംഗ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. സോ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഐ ഓഫ് എസിനെ ഇൻവേഴ്സ് എടുത്താൽ എന്താ കിട്ടണം? ഐ ഓഫ് ടി കിട്ടണം. ഓക്കെ, ഇപ്പോൾ ഇത് വേണമെങ്കിൽ ഫൈനൽ ആൻസർ ആയി നമുക്ക് വേറെ കളറിൽ എഴുതാം. സോ ഐ ഓഫ് ടി ഈക്വൽ ടു, ഇനി ഇവിടെ നമുക്ക് കാര്യങ്ങൾ അറിയണം. കോൺസ്റ്റന്റുകളൊന്നും മാറ്റൊന്നും വരാൻ പോകില്ല. കോൺസ്റ്റന്റുകളൊക്കെ നമുക്ക് അവിടെ തന്നെ വെക്കാം. വി ബൈ ആർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, അത് അതേപോലെ വെച്ചു. ബാക്കിയുള്ള അവിടെ എന്താ? 1/s ആണ്. 1/sന്റെ ഇൻവേഴ്സ് എടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താ? 1 അല്ലെങ്കിൽ യു ഓഫ് ടി എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഇവിടെ തൽക്കാലം ഞാൻ 1 എന്ന് എഴുതുന്നു. അപ്പോൾ 1 എഴുതുന്നതുകൊണ്ട് ഇനി ഒന്നും എഴുതേണ്ട കാര്യമില്ല. മൈനസ്, അപ്പോൾ അതറിയണം 1/sന്റെ ഇൻവേഴ്സ് 1. പിന്നെ അടുത്തത് ഇവിടെ എന്താ? കോൺസ്റ്റന്റ് ഏതാ നിൽക്കുന്നത്? മൈനസ് വി ബൈ ആർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ളത് എന്താ? 1/s പ്ലസ് എ എന്നുള്ള ഫോർമാറ്റാണ്. നമുക്ക് 1/s പ്ലസ് എ അറിയാം. എന്താ? ഇ റേസ് ടു മൈനസ് 80 ആണ്. ഇപ്പോൾ ഇവിടെ എക്ക് പകരം ആർ ബൈ എൽ ആണ്. അപ്പോൾ എന്ത് വരും? ഇ റേസ് ടു മൈനസ് 80 ആണ്. എ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതാണ്. അപ്പോൾ മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി എന്ന് വരും. ഓക്കെ, ഇത് വേണമെങ്കിൽ ഒന്നും കൂടി സിമ്പിളായിട്ട് നമുക്ക് അതിൽ കോമൺ ആയിട്ടുള്ള വി ബൈ ആറിനെ പുറത്തേക്ക് എടുത്ത് എഴുതാം. ഐ ഓഫ് ടി ഈക്വൽ ടു എന്ത് വരും? വി ബൈ ആർ ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി. ഇതാണ് നമ്മളുടെ റെസ്പോൺസ് ഫോർ ടി ഗ്രേറ്റർ ദാൻ 0. സ്വിച്ച് ക്ലോസ് ചെയ്തപ്പോൾ ഉള്ള കറണ്ടിൻ്റെ എക്സ്പ്രഷനാണ് നമുക്ക് ഈ കിട്ടി കാണുന്നത്. ഓക്കെ, ഈ ഐ ഓഫ് ടി ഈക്വൽ ടു വി ബൈ ആർ ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി. ഇതിനെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസ് എന്നാണ് പറയുക. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി ദ കംപ്ലീറ്റ് റെസ്പോൺസ്. ഇപ്പോൾ ഈ കംപ്ലീറ്റ് റെസ്പോൺസിൽ തന്നെ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ 2 പാർട്ടുകൾ എടുക്കുന്നുണ്ട്. അതിന് മുന്നത്തെ ഇത് എടുക്കുകയാണെങ്കിൽ ഒരു വി ബൈ ആർ പാർട്ടും ഉണ്ട്, മൈനസ് വി ബൈ ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി എന്നുള്ള പാർട്ടും എടുക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ കംപ്ലീറ്റ് റെസ്പോൺസ് ഈസ് കമ്പോസ്ഡ് ഓഫ് ബേസിക്കലി 2 പാർട്സ്: ദ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് ഓർ ഫോഴ്സ്ഡ് റെസ്പോൺസ് ഓർ സീറോ റെസ്പോൺസ്. അപ്പോൾ അതായത് ഇതിൽ നിന്ന് നമുക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു പോർഷനെ, ഏതൊരു പോർഷനെ? വി ബൈ ആർ എന്നുള്ള പോർഷൻ, വി ബൈ ആർ അതെന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് മാത്രമാണ്. അപ്പോൾ കോൺസ്റ്റന്റ് മാത്രം അതിൽ വരുന്നുള്ളൂ. ഇത് സ്റ്റഡി വാല്യൂ ആണ്. സോ ദാറ്റ് ഈസ് ആക്ച്വലി കോൾഡ് ദ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് എന്ന് പറയാം ആ ഭാഗത്തിനെ. അപ്പോൾ 2 ഭാഗം ഉണ്ടെന്ന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രാൻസിയന്റ് അനാലിസിസ് എന്നുള്ള എന്താ പറയുക ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ ഇതിനെ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്തെന്ന് പറയാം? സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് ഓർ ഫോഴ്സ്ഡ് റെസ്പോൺസ് എന്ന് പറയാം. ഓക്കെ, ഫോഴ്സ്ഡ് റെസ്പോൺസ് എന്ന് പറയാം.
ഫോഴ്സ് റെസ്പോൺസ്. അതും അല്ലെങ്കിൽ എന്തെന്ന് പറയും, സീറോ സ്റ്റേറ്റ് റെസ്പോൺസ് എന്ന് പറയും. സീറോ സ്റ്റേറ്റ് റെസ്പോൺസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ എക്സാമ്പിൾ ഉണ്ടെങ്കിൽ അത് സ്പ്ലിറ്റ് ആയിട്ട് എഴുതുക എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. പിന്നുള്ള പോർഷനാണ് നമ്മുടെ ടി വരുന്ന പോർഷൻ. സോ വി ബൈ ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭാഗം, എക്സ്റ്റീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഭാഗം. ഇതാണ് നമ്മുടെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ട്രാൻഷ്യൻ്റ് ആണ്, ആ ചേഞ്ച് വരുന്ന ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാണ്. സോ ദിസ് ഈസ് ദ ട്രാൻഷ്യൻറ്റ് റെസ്പോൺസ്. ഓർ എന്തെന്ന് പറഞ്ഞിട്ടുണ്ടാകുന്ന മുന്നേ നമ്മൾ നാച്ചുറൽ റെസ്പോൺസ് എന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാച്ചുറൽ റെസ്പോൺസ്. അതുമല്ലെങ്കിൽ ഇതിനെ പറയുക സീറോ ഇൻപുട്ട് റെസ്പോൺസ് എന്ന് പറയും. സീറോ ഇൻപുട്ട് റെസ്പോൺസ്. ഇപ്പോൾ ഇത് ഇൻപുട്ട് ഇല്ലാത്ത റെസ്പോൺസ് ആണ്. മറ്റേത് സീറോ സ്റ്റേറ്റ് ആണ്, അത് ഇനീഷ്യൽ കണ്ടീഷൻസ് ഇല്ലാത്ത റെസ്പോൺസ് ആണ്. ഓക്കെ, ഇങ്ങനെ രണ്ട് പോർഷനാണ് ഇപ്പോൾ ഇതിൽ എടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ എടുത്ത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഇക്വേഷനെ നമുക്കിവിടെ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു പ്ലോട്ട് ഞാനിവിടെ കാണിക്കാം. ഈ ഒരു ഇക്വേഷനെ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോറി. അപ്പോൾ അത് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ആക്സിസിൽ എന്തായിരിക്കും, ടൈം ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം കറണ്ടാണ് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ടൈം, ഇവിടെ എന്താ ഐ ഓഫ് ടി. സോ കറണ്ടിനെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം വി ബൈ ആർ ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി ആണ്. അപ്പോൾ ഈ ടിയുടെ വാല്യൂ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താ കിട്ടാൻ പോകും, ഇ റേസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്കറിയാം, 1 ആണെന്നറിയാം അല്ലേ. ഇ റേസ് ടു 0 1. അപ്പോൾ 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ ഇതിൻ്റെ 0 ആണ്. അപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങുക നടത്തുക. ഇനി ഫൈനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫിനിറ്റി നമ്മൾ വെറുതെ അസ്യൂം ചെയ്ത് നോക്കുക. അപ്പോൾ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി വരെ, ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്താ നമുക്കറിയാം, 0 എന്നറിയാം. അപ്പോൾ 1 മൈനസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. ദാറ്റ് ഈസ് വി ബൈ ആർ. അപ്പോൾ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് വി ബൈ ആർ ആണ് എന്ന് നമുക്ക് അവിടെ നിന്ന് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ ഏകദേശം ഒരു വി ബൈ ആർ എന്നുള്ളൊരു ഇത് നമ്മൾ അസ്യൂം ചെയ്തിട്ട് വേണമെങ്കിൽ എന്ത് വരച്ചേക്കാം, ഒരു ലൈൻ വരച്ച് വയ്ക്കാം. അപ്പോൾ ഇതിലേക്കാണ് ഇത് ഫൈനലി എത്താൻ പോകുന്നത്. ദാറ്റ് ഈസ് ദ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ. അപ്പോൾ ഇതാണ് എന്ത് വി ബൈ ആർ. ഇവിടേക്കാണ് ഇത് എത്താൻ പോകുന്നത്. എവിടെ നിന്നാണ് ഇത് പോകാൻ പോകുന്നത്, അതിൻ്റെ ഒറിജിനിൽ നിന്നാണ്. അത് എങ്ങനെയാണ് പോകുന്നത്, 1ൽ നിന്നും എക്സ്പോണൻഷ്യലി ഇങ്ങനെ കയറിയിട്ടാണ് പോകേണ്ടത് അല്ല, 0ൽ നിന്ന് എക്സ്പോണൻഷ്യലാണ്. അപ്പോൾ അതിൻ്റെ ഇത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എങ്ങനെയായിരിക്കും, ഈ രീതിക്കുള്ള ഒരു കർവായിരിക്കും. ഇത് അതിൻ്റെ സ്റ്റഡി സ്റ്റേറ്റിലെത്താൻ ഓൾമോസ്റ്റ് ഒരു ഇൻഫിനിറ്റിയിൽ. അപ്പം ഇതാണ് എന്തിൻ്റെ കർവ്, കറണ്ടിൻ്റെ കർവ് വരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് വോൾട്ടേജും കിട്ടും കേട്ടോ. വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. അപ്പോൾ അതിവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം. എന്താ പറയുക, വോൾട്ടേജിനുള്ള റെപ്രസെൻറ്റേഷന് എഴുതാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇല്ല. എന്താ വി ആർ എന്ന് പറയാം, വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ്. വി ആർ ഈക്വൽ ടു എന്താ, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ചെയ്താൽ മതി അല്ലേ. ഐ ഇൻറ്റു ആർ ചെയ്താൽ ആർ ക്യാൻസലായി പോകും. ബാക്കി എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, വി ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി. അതാണ് എന്ത് വരിക, വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ വരിക. അതേപോലെ ഇൻഡക്ടറിന് അക്രോസുള്ള വോൾട്ടേജും നമുക്ക് കാണാം വി എൽ എന്നാണ് നമ്മൾ എടുക്കണമെങ്കിൽ. വി എൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം, എൽ ഡി ഐ ബൈ ഡി ടി ആണെന്ന് അറിയാം. എൽ ഡി ഐ ഓഫ് ടി ബൈ ഡി ടി അല്ലേ. അപ്പോൾ ഈ കറണ്ടിനെ ജസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, എൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് നമുക്കറിയാം എന്താ, ഫസ്റ്റ് ടേം പോവും, 0 ആയി പോവും. അടുത്ത ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഒരു മൈനസ് ആർ ബൈയിൽ ഇങ്ങോട്ട് വരും. മൈനസ് മൈനസും പ്ലസ് ആവും, ആറും ക്യാൻസൽ ആവും. ബാക്കി എന്ത് വരും, വി ബൈ എൽ ഇൻറ്റു ഇ റേസ്റ്റ് മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി എന്ന് വരും. ഓക്കെ, അതിനെ എൽ കൊണ്ട് മൾട്ടിപ്ലൈ ആവും. അപ്പോൾ എൽ ക്യാൻസൽ ആയി പോകും. ബാക്കി എന്ത് വരും, വി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് സ്റ്റെപ്പ് ഡീറ്റെയിൽ ആയിട്ട് എഴുതാത്തത്. ഇപ്പോൾ ഇങ്ങനെയാണ് വി ആറിൻ്റെയും വി എല്ലിൻ്റെയും റെപ്രസെൻറ്റേഷൻ വരിക. ഇതിനനുസരിച്ച് നമുക്ക് ഇവരെയും പ്ലോട്ട് ചെയ്യാൻ പറ്റും. അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ തൽക്കാലം. അപ്പോൾ ഇതിൻ്റെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വരാം. ഇതാണ്, ഇങ്ങനെയാണ് വോൾട്ടേജ് കാണുക എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, സോ ഈ നാച്ചുറൽ റെസ്പോൺസ് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സർക്യൂട്ട്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സർക്യൂട്ട് ആണ് അല്ലേ. നാച്ചുറൽ റെസ്പോൺസ് പറഞ്ഞാൽ ഈ ആറിനും എല്ലിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആണ് കിടക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഫോം മേ ബി ഫൗണ്ട് ബൈ കൺസിഡറിങ് ദ സോഴ്സ് ഫ്രീ സർക്യൂട്ട്. ഓക്കെ, കൺസിഡറിങ് ദ സോഴ്സ് ഫ്രീ സർക്യൂട്ട് ആൻഡ് ദ ഫോഴ്സ് റെസ്പോൺസ് ഹാസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോഴ്സിങ് ഫംഗ്ഷൻ. ഓക്കെ, ഫോഴ്സ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ വി വരുന്നുണ്ട്, ടി ഒന്നും വരുന്നില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ടി വരുന്നുണ്ട്. അതാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്. ദസ് വെൻ ദ സ്വിച്ച് ഈസ് ക്ലോസ് ദ റെസ്പോൺസ് റീച്ചസ് ദ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ ആഫ്റ്റർ സം ടൈം ഇൻ്റർവൽ അല്ലേ.
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മളിവിടെ സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ സീറോ ഉണ്ടായിരുന്ന കറണ്ട് ഒറ്റയടിക്ക് അതിൻ്റെ സ്റ്റേറ്റ് എന്താണ് അതിലേക്ക് പോവില്ല, പകരം അത് കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ ഇതിൽ കാണാൻ നമുക്ക് ഇതിനെയാണ് ഇതിൻ്റെ ട്രാൻഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻഷ്യൻ്റ് കഴിഞ്ഞിട്ടാണ് അത് അങ്ങോട്ട് എത്തുന്നുള്ളൂ. അപ്പോൾ ഇതിൽ എന്താ പറയുക, ഈ എക്സ്പ്രഷനിൽ നമ്മൾ എന്താ എൽ ബൈ ആർ എന്ന് പറഞ്ഞിട്ടുള്ള ടേം, അതായത് ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ആണ് അതിൻ്റെ, അതായത് ഈ ഒരു എക്സ്പ്രഷൻ ഇപ്പോൾ സേ നമുക്ക് ഇവിടുത്തെ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഐ ഓഫ് ടി ഈക്വൽ ടു നമുക്ക് എന്താ എക്സ്പ്രഷൻ വി ബൈ ആർ ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ഉണ്ട് അവിടെ, മറ്റേതിനെ ഞാനൊരു ടോ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് വിചാരിക്കുക, മൈനസ് ടി ബൈ ടോ എന്നുള്ള രീതിയിൽ സിമ്പിളായിട്ട് റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ ഈ ടിയുടെ അടിയിൽ കിടക്കുന്ന ആ ഒരു സാധനത്തിനെയാണ് നമ്മൾ ടോ എന്നുള്ളതിനെയാണ് ഇവിടെ എന്തായിട്ട് എടുത്തിട്ടുള്ളത്, എൽ ബൈ ആർ അല്ലേ, എൽ ബൈ ആർ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ എൽ ബൈ ആറിനെ പറയുന്ന പേരാണ് ടൈം കോൺസ്റ്റൻറ്റ്. ഓക്കെ. സോ ഇപ്പോൾ ടൈം കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് 1 എന്നിട്ട് കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടൈം കോൺസ്റ്റൻറ്റ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ. സോ എന്ത് ജസ്റ്റ് ഇതിൽ നമ്മൾ എന്തിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുക, ടി ഈക്വൽ ടു ടോ, ടി ഈക്വൽ ടു ടോ ഇൻ, ഇതിനൊരു ഇക്വേഷൻ അതിന് വേണ്ടിയിട്ട് ഒരു നമ്പർ ഞാൻ ഇട്ടെന്ന് വിചാരിക്കുക, ഇൻ 1. ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഐ ഓഫ് ടോ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഐ ഓഫ് ടോ ഈസ് ഈക്വൽ ടു വി ബൈ ആർ, അതായത് ഒരു ടൈം കോൺസ്റ്റന്റിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനാണ്. അപ്പോൾ ഈ സാധനത്തിലാണ് ബൈ ഇ റേസ് ടു മൈനസ് ടി ബൈ എന്താണോ കൊടുക്കുന്നത് അതിനാണ് നമ്മൾ ടൈം കോൺസ്റ്റന്റ് വിളിച്ചു. അതെന്താണെന്ന് അറിയാൻ ഒരു ടൈം കോൺസ്റ്റന്റിൽ ടൈം ഈക്വൽ ടു ഒരു ടൈം കോൺസ്റ്റന്റ് എന്താണ് വരുന്നത് നോക്കുകയാണ് ചെയ്യുന്നത്. സോ 1 മൈനസ് ഇ റേസ് ടു എന്ത് വരും, മൈനസ് ടോ ബൈ ടോ, അതായത് ഇ റേസ് ടു മൈനസ് 1 ഓർ 1 ബൈ ഇ. അപ്പോൾ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും, 0.632 വി ബൈ ആർ എന്നാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ. ഐ ഓഫ് ടോ ദാറ്റ് ഈസ് വാല്യൂ ഓഫ് കറണ്ട് അറ്റ് ടോ എന്ന് പറഞ്ഞാൽ 0.632 വി ബൈ ആർ ആണ്. വി ബൈ ആർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ ആണ്. ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂവിനെ 0.632 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ 63.2% ഓഫ് ഫൈനൽ വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ടൈം കോൺസ്റ്റന്റ് ആ ഒരു ബേസിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും അല്ലേ. സോ അറ്റ് വൺ ടൈം കോൺസ്റ്റന്റ് ഐ ക്യാൻ സേ ദാറ്റ് എന്ത് പറയാം, അറ്റ് വൺ ടൈം കോൺസ്റ്റന്റ് the current reaches 63.2% of its final value, and in this case it is V by R. ഓക്കെ. അപ്പോൾ ഇതേപോലെ നമുക്ക് അടുത്തുള്ള സർക്യൂട്ടുകളും ഇതേപോലെ കാണാൻ പറ്റും. ഇപ്പോൾ ഇതേപോലെ നമ്മൾ എടുത്ത് നോക്കി പോവുകയാണെങ്കിൽ ഇപ്പോൾ ഐ ഓഫ് ടി ഈക്വൾ ടു ടോ അല്ല കണ്ടത്, അതേപോലെ 2 ടോക്ക് കാണാം. 2 ടോ കണ്ടു കഴിഞ്ഞാൽ 0.865 ടൈംസ് കിട്ടും. 3 ടോ കണ്ടാൽ 0.95 ടൈംസ് കിട്ടും. അപ്പോൾ ഓൾമോസ്റ്റ് അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ 5 ടോ കണ്ടു കഴിഞ്ഞാൽ 0.993, അതായത് നമ്മളിത് ചെയ്ത് പോവുകയാണെങ്കിൽ ഫൈനലി സേ ഫോർ ഐ ഓഫ് 5 ടോ എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 5 ടൈംസ് ടൈം കോൺസ്റ്റന്റിലാണ് ഇത് ഓൾമോസ്റ്റ് എന്തായി പോവുക, 0.993 വി ബൈ ആർ, അതായത് ഓൾമോസ്റ്റ് അതിൻ്റെ സ്റ്റഡി സ്റ്റേറ്റിലേക്ക് എത്തി എന്ന് പറയാം. സോ ആഫ്റ്റർ 5 ടൈം കോൺസ്റ്റന്റ് കറണ്ട് റീച്ചസ് 99.3% ഓഫ് ദ ഫൈനൽ വാല്യൂ എന്ന രീതിയിൽ പറയാം. ഇനി നമ്മൾ നേരത്തെ ഇവിടെ 2 കാര്യങ്ങളിലൂടെ ചെയ്ത് വെച്ചിട്ടുണ്ടാകുന്നില്ലേ, വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ബേസിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനെ പ്ലോട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് പ്ലോട്ട് ചെയ്യുന്നുണ്ടാകുന്നില്ല. സോ ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ഇക്വേഷൻ അവിടെ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ പ്ലോട്ട് ചെയ്യുന്നത്, എളുപ്പത്തിൽ നോക്കി പറയാം. ഇതിൻ്റെ വോൾട്ടേജുകൾ നമുക്ക് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഫൈനൽ വാല്യൂ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. എന്താ രണ്ടിലും ഫൈനൽ നോക്കി നോക്കുക, ജസ്റ്റ് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിലെയും ആലോചിക്കണം. ആദ്യം വി ആർ ആണെങ്കിൽ ഇനീഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണല്ലോ. അപ്പോൾ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തായി പോകും, 0 ആയി പോകും. അപ്പോൾ വി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്ററിന് അക്രോസ് വോൾട്ടേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 തന്നെയാണ്. വി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്ററിന് അക്രോസ് അത് ആക്ച്വലി കറണ്ടിന് അതേപോലെ തന്നെയായിരിക്കും പോവുക. ഓക്കെ. ഇനി അടുത്തത് വരുന്നത് വി എൽ ആണ്. വി എല്ലിന് ഇനീഷ്യലി നമ്മൾ ഇതിൽ ടൈമിന് 0 ഇട്ട് കൊടുത്ത് എന്താ വരാൻ പോകുന്നത്, ഇറേഷ്യോ 0 1 ആവും. അപ്പോൾ വി ആവും വരിക. അപ്പോൾ വിയിൽ നിന്നാണ് തുടങ്ങുന്നത്. വിയിൽ നിന്ന് എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ആണ്. ഇത്
സീറോയിന് എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കേണ്ട ലൈൻ എന്ന് പറയുന്നത് എന്താണ്? വി ആണ്. ഓക്കെ, വി ആണ് എന്നുള്ളതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഈ ആക്സിസിൽ നമ്മൾ എന്താണ് എടുക്കുന്നത്? ടൈമാണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ വി ഓഫ് ടി ആണ് എടുക്കുന്നത്. അപ്പോൾ അത് ഏത് വോൾട്ടേജ് ആണെങ്കിലും ആവാം. അപ്പോൾ ആദ്യം ഞാൻ പ്ലോട്ട് ചെയ്യുന്നത് റെസിസ്റ്റൻസിൻ്റെ ആണ്. റെസിസ്റ്റൻസിൻ്റെ എന്താ ഇതേപോലെ തന്നെ വരും. അപ്പോൾ അത് ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്ത് വിയിലോട്ട് എത്തും. എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്ത് അത് അതിൻ്റെ വിയിലോട്ട് പോകുന്ന രീതിയിൽ. അപ്പോൾ ഇത് വി ആർ ആണ്. അതേപോലെ മറ്റേത് പ്ലോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇവിടുന്ന് കുറഞ്ഞാണ് വരിക, നേരെ റിവേഴ്സ് ആയിട്ടാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് അതിൻ്റെ സ്റ്റഡിയിൽ ഇങ്ങോട്ട് എത്തും. സോ ദിസ് ഈസ് വി എൽ. ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ഇൻഡക്ടറിൻ്റെ ബേസിൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇൻഡക്ടർ റെസിസ്റ്റർ സർക്യൂട്ട്, ആർ എൽ സർക്യൂട്ടിൻ്റെ കേസ്. ഓക്കെ, താങ്ക് യു.